യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ ഇതിനോടകം ഈ പ്രോഗ്രാമിലൂടെ നാം കണ്ടുകഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ ജോസ് ജോണിനെയാണ്. കോട്ടയം എസ് മെഡിക്കൽ സെന്ററിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ് ഇന്ന് നാം യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ ജോസ് ജോണിൻ്റെ ഭവനത്തിലാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ കുടുംബത്തിലെ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഡോക്ടർ ജോസ് ജോൺ. ഡോക്ടർ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി തരും. ഞാൻ ജോസ് ജോൺ. ഞാൻ കോട്ടയം നാഗമ്പടം എസ് മെഡിക്കൽ സെൻറ്ററിൽ കാർഡിയോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇത് എൻ്റെ വൈഫ് ജസ്ലിൻ ജോസഫ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഇത് അമ്മ സലീലമ്മ, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഇത് അച്ഛൻ CJ ജോൺ, പാല സെൻറ് തോമസ് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതാണ്. റിട്ടയർ ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. ഇരട്ട കുട്ടികളാണ്. അടുത്ത ഇത് ആൻഡ്രിയ, ഐസക്കും ഉണ്ട്. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. നമ്മളിപ്പോൾ ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റിയും ശുശ്രൂഷ ജീവിതത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ, അങ്ങ് ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജീസസ് യൂത്ത് വഴിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് വരാനൊക്കെ ഇടയായത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിലേക്ക് വളരെ നേരത്തെ തന്നെ, ജീവിതത്തിൻ്റെ വളരെ നേരത്തെ തന്നെ യേശുവിനെ അറിയാനും യേശുവിലേക്ക് കൂടുതൽ അടുക്കാനും തമ്പുരാനും നമുക്ക് അനുഗ്രഹം ചെയ്തതാണ്. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു യേശുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അത് ഒരു ലോകപ്രസിദ്ധ മിസ്റ്റിക് വാസുല റിഡൻ്റെ ഒരു ട്രൂ ലൈഫ് ഇൻ ഗോഡ് എന്നുള്ള ഒരു പുസ്തകം എൻ്റെ പാപ്പൻ സജി ജേക്കബ് അത് പരിചയപ്പെടുത്തുകയും ആ ബുക്ക് വായിച്ചതിലൂടെ നമുക്ക് ഒരുപാട് യേശുവിലേക്ക് അറിയാൻ, യേശുവിലേക്ക് അടുക്കാനും യേശുവിനെ കൂടുതലായിട്ട് അറിയാനും നമുക്ക് ഇടയായി. ആ ബുക്ക് നമുക്ക് അതിനകത്തോടെ അനുഭവിച്ച ഈശോയെ നമുക്ക് ബാക്കിയുള്ളവർക്ക് അറിയിക്കുക എന്നുള്ളൊരു ഭാഗമായിട്ട് നമുക്ക് അത് ബുക്ക് ഞങ്ങളെല്ലാവരും കൂടി അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുകയും ഒരുപാട് പ്രചാരിപ്പിക്കുകയും ചെയ്തു. ഈ വാസുല റിഡൻ 1997-ലും 1999-ലും കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം ഉടനീളം സഞ്ചരിച്ച് സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ശുശ്രൂഷകളിലൊക്കെ വചനം ശ്രവിക്കാനും ഒക്കെ ഈശോ നമുക്ക് അവസരം ഒരുക്കി തരികയാണുണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ട്രൂ ലൈഫ് ഇൻ ഗോഡ് എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ രൂപം കൊടുക്കുകയാണുണ്ടായത്. ട്രൂ ലൈഫ് ഇൻ ഗോഡ് പ്രാർത്ഥനാ കൂട്ടായ്മ ലോകത്തിൽ പല സ്ഥലത്തും ഉള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ ഇവിടെ തുടങ്ങുകയും അത് കഴിഞ്ഞ ഒരു ഏകദേശം 10-11 കൊല്ലമായിട്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ ബുധനാഴ്ചയും ഒരുമിച്ച് കൂടുകയും വചനം പങ്കുവെക്കുകയും യേശുവിനെ പറഞ്ഞു കൊടുക്കുകയും പരസ്പരം അറിയുകയും ഒക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ എന്നെ സംബന്ധിച്ചോളം ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ ഇതാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം +2 പഠിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയി. തൃശ്ശൂർ PC തോമസ് സാറിൻ്റെ ഹോസ്റ്റലിലായിരുന്നു താമസം. സാറ് എന്നെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചോളം ഒരു തുറന്ന പുസ്തകമാണ്. രാവിലെ സാറ് 5 മണിക്ക് പുത്തൻപള്ളിയിലെ കുർബാനയിൽ തുടങ്ങുന്ന സാറിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം
ജീവിതത്തിൽ പകർത്താവുന്ന മാതൃകയായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പഠനത്തിലെ തീക്ഷ്ണതയോടെ ഉൾപ്പെടെ തീക്ഷ്ണതയോട് കൂടെ പ്രാർത്ഥനാ ജീവിതവും ഒരേ തീക്ഷ്ണതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെയുള്ള എൻ്റെ ജീവിതം വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ജീസസ് യൂത്തിൽ നമ്മുടെ MBBS ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ സലോമി ചേച്ചിയും അഭിലാഷ് ചേട്ടനും കൂടി നമ്മളെ ഈ ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടു ചേർക്കുകയും അന്ന് നമ്മൾ എല്ലാ ആഴ്ചയും ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും വചനം പങ്കുവെക്കുകയും പിന്നെ ഇതിനകത്ത് കൂടെ ജീസസിനോട് കൂടെ എനിക്ക് മറ്റൊരു പ്രയോജനം നമുക്കുണ്ടായത് ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതിലോട്ട് കൂടുതൽ ആകർഷണമാകാനും ഈ ജീസസ് യൂത്താണ് ഏറ്റവും കൂടുതൽ സഹായകരമായത്. ഇതിൻ്റെ സെമിനാറുകൾ, ലൈഫിൻ്റെ സെമിനാറുകൾ ജീസസ് യൂത്തിന് വഴി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ സെമിനാറുകളും അറ്റൻഡ് ചെയ്യാനുള്ള അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരം കിട്ടുകയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈഫിൻ്റെ വേണ്ടി വാദിക്കുന്ന ആൾക്കാരായിട്ട് ഈശോ നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നെ ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് ഹെൽത്ത് ഫോറം എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ചു. ഞങ്ങളുടെ MBBS ബാച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഒരു സഹായ സംഘം. നിർധനരായ രോഗികൾക്ക് മരുന്നെത്തിക്കുക, ബാക്കിയുള്ള സഹായം, മറ്റും ഞങ്ങളെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾക്കൊരു മുറിയുണ്ട്. അവിടെ ഒത്തുകൂടി മരുന്നെല്ലാം ശേഖരിച്ച് ഓരോ പാക്കറ്റിലാക്കി ഒരു വാർഡുകളിൽ കൊണ്ട് എത്തിക്കുക. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തമ്പുരാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ വിദ്യാഭ്യാസ ജീവിതത്തിലൊക്കെ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുള്ള സമയത്തൊക്കെ ദൈവം എങ്ങനെയാണ് താങ്കളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉടനീളം യേശുവിൻ്റെ പരിപാലന അനുഭവപ്പെടുന്ന രീതിയിലാണ് എനിക്കുണ്ടായത്. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക, ബാക്കി കർത്താവിന് വിട്ടുകൊടുക്കുക എന്ന ഒരു ശൈലിയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. നമ്മൾ തിടുക്കം കൂട്ടേണ്ട, ഓടുകയും വേണ്ട, കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കുമെന്നുള്ള യേശയ്യ 52:12 പറയുന്ന പോലെ എല്ലാം കർത്താവിന് സമർപ്പിച്ച് അവിടുത്തെ വിശ്വാസം അർപ്പിച്ച് നമുക്ക് കഴിവിൻ്റെ പരമാവധി ചെയ്തങ്ങ് പോകുമ്പോൾ എല്ലാം നന്മയ്ക്കായി മാത്രം വരുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് എൻ്റെ DM എൻട്രൻസിൻ്റെ സമയം ഞാനും എൻ്റെ വൈഫ് ജസ്ലിൻ ജോസഫും രണ്ടുപേരും DM എൻട്രൻസ് തയ്യാറെടുക്കുമായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ആദ്യത്തെ എഴുതി തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയാമത് ഞങ്ങളെ സംബന്ധിച്ചത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യം ഒരു പ്രാർത്ഥനാ നിയോഗമായിട്ട് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, ലിറ്റിൽ ഫ്ലവർ ഫെലോഷിപ്പ്. അപ്പോൾ അവിടെ വെക്കുകയും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം അതുവഴി ദൈവം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വഴി നമുക്കൊരു നവമാലിയൊക്കെ നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത ചരിത്രം നവമാലിക നമ്മളെ പരിചയപ്പെടുത്തിയുണ്ട്. അപ്പോൾ അത് വായിക്കാനും വിശുദ്ധ കൊച്ചുത്രേസ്യയെ കൂടുതൽ തിരിച്ചറിയാനും എല്ലാവരേക്കാളും കൂടുതൽ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വലിയ വിശുദ്ധയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാനൊക്കെ യേശു ഇതുവഴി അവസരമൊരുക്കി. മാത്രമല്ല, നമുക്ക് ഈ എൻട്രൻസിന് ഫലം വന്നപ്പോൾ രണ്ടുപേർക്കും, എനിക്ക് കാർഡിയോളജിയിലും വൈഫ് ന്യൂറോളജിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു അനുഗ്രഹവും ദൈവം തരികയും ചെയ്തു. ഇതിനുശേഷം നമ്മൾ നവമാലിക കൂടുതൽ ആൾക്കാർക്ക് പ്രചരിപ്പിക്കുകയും ഈ സാഹചര്യത്തിൽ നമ്മുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കുടുംബജീവിതത്തിൻ്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ രീതിയും എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ചും നമുക്ക് ഒരു നല്ല ബോധ്യം തരുന്നതിന് നവമാലിക വളരെയധികം സഹായകരമാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു നിയോഗം വെച്ച് ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ ദൈവം മറ്റ് പല രീതിയിലും നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണ്. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറമാണ്. അപ്പം
നമ്മുടെ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലും നമുക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്ന രീതിയിലാണ് കാണുന്നത്. Youth for Christ. ഡോക്ടർ ജോസ് ജോൺ ഞങ്ങളോടൊപ്പം ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടിടത്തോളം എനിക്ക് ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ തന്നോടൊപ്പം ഇടപെടുന്ന ഓരോ വ്യക്തികളോടും ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നതിനും ദൈവിക മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ഒരു കുദാശാപരമായ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും കൂടുതൽ നിഷ്ഠ ഉള്ള ഒരു വ്യക്തിത്വമായിട്ടും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവികസിത മേഖലകളിലെ ക്യാമ്പുകൾ നടത്തുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതിനും അവർക്ക് ക്യാമ്പുകളിൽ കൂടെയൊക്കെ പരിശോധനയും ചികിത്സാവിധികളും നിർദ്ദേശിക്കുന്നതിനും ഡോക്ടറിന് വളരെ താല്പര്യമുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏത് ബുദ്ധിമുട്ടുള്ള മേഖലയാണെങ്കിലും എപ്പോൾ ചോദിച്ചാലും ഡോക്ടർ വളരെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. Youth for Christ. ഡോക്ടർ ജസ്ലിൻ വിവാഹത്തിന് മുമ്പ് ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ നമ്മൾ അറിഞ്ഞ ദൈവത്തിനെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ദൈവത്തിനെ, കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ MBBS പഠിക്കുമ്പോൾ ജീസസ് യൂത്ത് വഴിയാണ് എനിക്കത് സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ ക്രിസ്ത്യൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജീസസ് യൂത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കെ MBBS സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ നീതു ചേച്ചി എന്ന് പറയുന്ന ചേച്ചിനെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടു. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഞങ്ങളുടെ കോളേജിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയുന്ന ദൈവത്തിനെ പങ്കുവെക്കാനായിട്ട് പല മാർഗങ്ങളുണ്ടെന്നുള്ളതും മനസ്സിലായത്. അതിനെ തുടർന്ന് നമ്മുടെ അവിടെ കൂട്ടായ്മ മന്ത്ലി വൺസ് ആയിരുന്നു. എന്നിട്ട് ആ സമയത്ത് അവർ ഓർഗനൈസ് ചെയ്യുന്നത് ഇങ്ങനെ ദൈവത്തിനെ പങ്കുവെക്കാനായിട്ട് ഓരോ വേദികളിൽ പോകുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ ശരിക്കും കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക്, എന്ന് വെച്ചാൽ ഹോം ഫോർ ദി ഏജ്ഡ്, ഈ വൃദ്ധന്മാർക്കുള്ള ഹോമിലും, പിന്നെ ഓർഫനേജസ്, പിന്നെ മെൻ്റലി ചാലഞ്ച്ഡ് ഹോംസ്, ഈ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ അടുത്തേക്ക്, പിന്നെ SOS വില്ലേജ് എന്ന് പറയുന്ന അതും ഈ ആരും ഇല്ലാത്ത കുട്ടികളെ എടുത്ത് വളർത്തുന്ന ഇതും, പിന്നെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം, ഇങ്ങനെ കുറച്ച് വേദികളിലായിരുന്നു മെയിനായിട്ട് അവിടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് നടന്നിരുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ ദൈവത്തിനെ അവർക്ക് പങ്കുവെക്കുക എന്നുള്ളതും, പിന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. അതിനെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെ കൂടുതലായി അറിയാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുമുണ്ട്. അതിനെ തുടർന്നാണ് എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതും ഡോക്ടർ ജോസ് ജോണുമായിട്ട്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോളേജ് ജീവിതത്തിലായിരുന്നു കൂടുതലും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. വീട്ടിൽ ഒരു കൂട്ടായ്മ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം വന്ന് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണ്. ജോസേൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ട്രൂ ലൈഫ് ഇൻ ഗോഡ് എന്നുള്ള കൃത്യമായിട്ട് എവ്രി വെനസ്ഡേ ഇതിനെക്കുറിച്ചുള്ള കൂട്ടായ്മയും പ്രാർത്ഥനയും വചനം പങ്കുവെക്കൽ അതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ അതെന്നെ ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കാനായിട്ട് ഒരുപാട് സഹായിച്ച ഒരു ഇവൻ്റാണ്. പിന്നെ ഈ ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തെ എന്നും എൻ്റെ മനസ്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നൊരു പുണ്യാളത്തെയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ കൊച്ചു ത്രേസ്യ പുണ്യാളത്തെ ഒരുപാട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. എന്ത് ടെസ്റ്റ് ചെയ്താലും നമ്മൾ ഡോക്ടേഴ്സാണ്, സയൻസിൻ്റെ എല്ലാത്തരം ടെസ്റ്റുകളും ചെയ്തു, ഒന്നിലും ഒരു പ്രോബ്ലം ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് സെഹിയോൻ ഓർഗനൈസേഷൻ്റെ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ അച്ഛൻ നടത്തുന്ന ധ്യാനം ഭരണജ്ഞാനത്തുണ്ടെന്ന് കേട്ടറിഞ്ഞു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ, പക്ഷെ നമ്മൾ ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളുള്ള സമയമാണ്. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ശ്രമിച്ച് നോക്കാമെന്ന് ഓർത്തിട്ട് അവിടുന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിനിന് പോകുന്നു. ഇവിടെ 5:30 എത്തി. 5:30 to 9 അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ തിരികെ ട്രെയിനിന് പോകും. മോർണിംഗ് 4 AM പോയിട്ട് അവിടെ 8 എത്തും. വീണ്ടും അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ 4 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം, അത്രയും ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം. അതിനെ തുടർന്നുള്ള ധ്യാനം ശരിക്കും അനന്തപുരി ട്രിവാൻഡ്രത്ത് തന്നെ വെച്ചായിരുന്നു. അപ്പോൾ ആ 2 ധ്യാനങ്ങളും കൂടാൻ ഇടയായി. അതിനെ തുടർന്ന് നെക്സ്റ്റ് മന്ത് എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റി. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഇരട്ട കുഞ്ഞുങ്ങളെയാണ് തന്നത്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഞങ്ങൾ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ പേരാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അത്രയും ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതിനെ തുടർന്ന് അത് ആൾക്കാരുമായിട്ട് പങ്കുവെക്കണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടെസ്റ്റിമണിക്കും സാധ്യത ദൈവം തന്നിരുന്നു. ഇതിനെ തുടർന്ന് ട്രിവാൻഡ്രത്തും ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്തെ മൂവ്മെൻറ്റും അത്രയും സ്ട്രോങ് അല്ലായിരുന്നു. എന്നിരുന്നാലും പറ്റുന്ന പോലെ നമ്മൾ കൂട്ടായ്മ കൂടി ഒരുമിച്ച് ഷെയർ ചെയ്യുകയും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ദൈവം ഞങ്ങളെ ഒരു ന്യൂറോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും ആക്കി. പക്ഷേ അതിനും ഉപരി ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ എന്നുള്ളതും രോഗികൾക്കത് പങ്കുവെക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഈ ഡിഗ്രിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. എസ്പെഷ്യലി മാനസിക സമ്മർദ്ദമുള്ള ഒരുപാട് രോഗികൾ ഞാൻ ന്യൂറോളജിസ്റ്റ് ആയിരിക്കും, തലച്ചോറിൻ്റെ പ്രോബ്ലംസും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അവർക്ക് ദൈവത്തിനെ പങ്കുവെക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് സാന്ത്വനം കൊടുക്കാൻ പറ്റുന്നതുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഫഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ കാണുന്നത്. Youth for Christ. Youth for Christ. ഡോക്ടറുടെ പ്രൊഫഷണൽ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകൾ അനുഭവിച്ച ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിത്യവൈദ്യനായ ഈശോ തൻ്റെ സൗഖ്യദായക കർമ്മത്തിൽ നമ്മളെ പങ്കുകാരാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ മെഡിക്കൽ സയൻസ് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ കൊണ്ട് നമുക്ക് സാധിക്കുന്നതായിട്ടും രോഗികൾ ഒരുപാട് രക്ഷപ്പെടുകയല്ലെന്ന് ഉറപ്പിക്കുന്ന സ്ഥിതിയിൽ നിന്ന് വരെ രോഗം ഭേദമായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിയും ഒരുപാട് കാണാൻ സാധിക്കും. ഈ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവം വിവരിക്കാം. ഒരു 51 വയസ്സുള്ള ഒരു പുരുഷനാണ്. നമ്മളെ കാണുമ്പോൾ പൾസും ഇല്ല, BP ഇല്ല, ബോധമൊന്നുമില്ല. അപ്പം നമ്മൾ കാർഡിയക് മസാജ് കൊടുത്തു, ബാക്കി മരുന്നെല്ലാം കൊടുത്തു, വെന്റിലേറ്ററിലാക്കി, വീണ്ടും CPCR ഒക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഇടിപ്പിൻ്റെ നിരക്ക് വീണ്ടും സാധാരണഗതിയിലായപ്പോൾ നമുക്ക് കാണുന്ന ഒരു മാസിയം അറ്റാക്കാണ്. എക്കോ ടെസ്റ്റിൽ ഹാർട്ടിൻ്റെ മസിലിന് സാരമായ തകരാറുണ്ട്. അപ്പം പമ്പിങ് വളരെ 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 കുറഞ്ഞ നിലയിലാണ്. അപ്പം BP എത്ര മരുന്ന് കൊടുത്തിട്ടും BP അങ്ങ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. റിഫ്രാക്ടറി കാർഡിയോനിക് ഷോക്കിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത എന്തൊക്കെ ചെയ്താലും വളരെ വിരളമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥിതി നമ്മൾ വളരെ പ്രാർത്ഥനയോടെ, ഇപ്പം രോഗിയുടെ കൂടെയുള്ളവർ എന്ത് ചെയ്യാനും വളരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, വളരെ എന്ത് ചെയ്യാനും അവർ തയ്യാറാണ്. നമ്മളും ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം തീരുമാനിച്ചു നമ്മൾ ആൻജിയോപ്ലാസ്റ്റി തന്നെ ചെയ്യാം. അപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് എല്ലാവരും വലിയ പ്രാർത്ഥനയിലായിരുന്നു. കാരണം നമുക്ക് ഇത്രയും പ്രായം കുറവാണ്, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അദ്ദേഹത്തെ നമ്മൾക്ക് സക്സസ്ഫുള്ളായിട്ട് ആൻജിയോപ്ലാസ്റ്റി കംപ്ലീറ്റ് ചെയ്യാനും
ഒരു 2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കത് ഇത് നടത്തി വീട്ടിൽ വിടാനും സാധിച്ചു. ഇത് നമുക്ക് 1 കോടി ലോട്ടറി അടിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ സൗഖ്യദായ കർമ്മത്തിൽ ഭാഗഭാഗമാകാനുള്ള അവസരം കിട്ടുന്നത്. ഇതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാൾ പഴക്കമുള്ള രക്തക്കുഴലിലെ ബ്ലോക്കുകൾ മാറ്റുമ്പോൾ വയറ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വയറ്, കാരണം ഏത് വയറ് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മൾ എത്ര എളുപ്പത്തിൽ ഈ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നു. ബ്ലോക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ട് വേണം അത് ബലൂൺ വെച്ച് വികസിപ്പിച്ച് ബ്ലോക്ക് മാറ്റാൻ. പക്ഷേ വയറ് ചൂസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് യേശു മനസ്സിൽ തോന്നിക്കും കറക്റ്റ് വയർ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും കറക്റ്റ് വയർ എന്താണെന്നുള്ള കാര്യം മനസ്സിൽ തോന്നിക്കും. ഇത് എപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. കാരണം മറ്റേ വയറെടുക്കണമെന്ന് കൂടെയുള്ള ആൾക്കാർ പറയുമ്പോൾ പോലും യേശു തോന്നിക്കുന്ന വയറാണ് ഏറ്റവും പെട്ടെന്ന് രീഷൻ ക്രോസ് ചെയ്യുന്ന വയർ. അത് എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പിന്നെ മാത്രമല്ല സ്റ്റെൻറ്റിൻ്റെ സൈസാണേലും എല്ലാം ഏറ്റവും നമുക്ക് ആ കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ബാക്കി ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യാനുള്ള, പണ്ട് എനിക്കത് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം യേശു നമ്മൾ ആ ആൻജിയോപ്ലാസ്റ്റി തിയേറ്ററിലോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ഒറ്റ കാര്യം, കുടുംബത്തിനെക്കുറിച്ചോ പുറത്തിരിക്കുന്ന രോഗിയെക്കുറിച്ചോ അല്ലെ വേറെ ഒന്നിനെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു യേശു ഒരുക്കത്തില്ല. ഇതിനെക്കുറിച്ച് ഈ പേഷ്യൻറ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നമുക്കത് വളരെ വൃത്തിയായിട്ട് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തരുന്നുണ്ട്. അതൊക്കെ കർത്താവിന് വലിയൊരു ഇടപെടലായിട്ട് കണക്കാക്കുകയാണ്. Youth for Christ. ഈ തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും ഇപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മളെപ്പോഴും സജീവമായിട്ട് പങ്കാണ്. ഇപ്പോഴും ഇവിടെ നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ട്രൂ ലൈഫ് ഇൻ ഗോഡ് പ്രെയർ ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായിട്ട് ഇപ്പോഴും നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ വചനം പങ്കുവെക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വചനം പങ്കുവെക്കുന്ന പരിപാടിയുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇപ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അറേഞ്ച് നമ്മൾ ചെയ്ത ക്യാമ്പുകൾ, സൗജന്യമായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഏതെങ്കിലും റിമോട്ട് ഏരിയാസിൽ പോയി അവിടെ നമ്മൾ രോഗികളെ പരിശോധിക്കുകയും സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുകയും ബാക്കി രക്തപരിശോധനകൾ ചെയ്യുകയും ബാക്കി തുടർ ചികിത്സയൊക്കെ വളരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. Youth for Christ. ഡോക്ടർ ജോസ് ജോണിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ദൈവിക സാന്നിധ്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായാലും ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും ഭയപ്പെടേണ്ട എന്നതിന് ഡോക്ടർ ഒരു ഉദാഹരണമാണ്. ഇന്നത്തെ യൂത്ത് ഫോർ ക്രൈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.